ആദരണീയനായ യോഗ അധ്യക്ഷൻ സ്കൂൾ മാനേജർ സക്കറിയാസ് ഇല്ലിക്കമറിയച്ചൻ, നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ആനക്കല്ല് സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ തോമസ് അച്ഛൻ, അസിസ്റ്റന്റ് മാനേജർ ടിബിൻ അച്ഛൻ, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ മനു അച്ഛൻ, രക്ഷിതാക്കളെ, എന്റെ സഹപ്രവർത്തകരെ, മികച്ച വിജയം നേടിയ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മുടെ വിദ്യാലയത്തിന്റെ അഭിമാന നിമിഷമാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം അക്ഷീണം പ്രയത്നിച്ച് 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച് നമ്മുടെ വിദ്യാലയത്തിന്റെ കീർത്തി വാനോളം ഉയർത്തിയ പ്രിയപ്പെട്ട കുട്ടികളെ ആദരിക്കുന്നതിനുള്ള മെറിറ്റ് ഡേ ആഘോഷത്തിനാണ് നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഈ വേദിയിൽ ആദരിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും മറ്റുള്ളവർക്ക് പ്രചോദനമാണ്. തോൽക്കാൻ മനസ്സില്ലാത്ത ഇവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇന്ന് നാം കാണുന്ന വലിയ വിജയം. ക്ലാസ് ടീച്ചർ എന്ന നിലയിൽ നിങ്ങളെ ഓർത്ത് ഞാൻ ഏറെ അഭിമാനിക്കുന്നു. ഈ മനോഹരമായ ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. നമ്മുടെ വിദ്യാലയത്തിന്റെ എല്ലാ പുരോഗതിക്കും വളർച്ചയ്ക്കും പിന്നിൽ പ്രവർത്തിക്കുന്ന കരുത്തും നമ്മെ എപ്പോഴും നന്മയുടെ വഴിയിൽ നയിക്കുന്ന തണലുമായ നമ്മുടെ ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ സക്കറിയാസ് ഇല്ലിക്കമറിയച്ചനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ ചടങ്ങിലേക്ക് ഏറെ ആദരവോടെയും സ്നേഹത്തോടെയും സ്വാഗതം ചെയ്യുന്നു. കുട്ടികളുടെയും അധ്യാപകരുടെയും എല്ലാ പ്രവർത്തനങ്ങൾക്കും കൃത്യമായ മാർഗനിർദ്ദേശവും ഊർജവും നൽകി മുന്നിൽ നിന്ന് നയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ മനു അച്ഛനെ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ സാറ മരിയ, മെൽവിൻ ചാക്കോ, മെൽവിൻ മാത്യു, ആൽവിൻ ചാക്കോ, അജോ പ്രിൻസ്, ജിൽവിൻ വർഗീസ് എന്നിവരെ വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം വിജയം കരസ്ഥമാക്കിയ എല്ലാ കുട്ടികളെയും വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ വിജയം വീട്ടിൽ തണലായി നിന്ന് കുട്ടികളെ മാനസികമായി ഒപ്പം നിർത്തിയ പ്രിയപ്പെട്ട രക്ഷിതാക്കളാണ്. നിങ്ങളുടെ പിന്തുണയാണ് ഇവരുടെ വിജയം. ഈ ചടങ്ങിലേക്ക് പ്രിയപ്പെട്ട എല്ലാ രക്ഷിതാക്കളെയും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. തങ്ങളുടെ വിഷയങ്ങളിൽ കുട്ടികൾക്ക് നമ്മുടെ ഈ സ്കൂളിന് വേണ്ടി ഏറെ കഠിനാധ്വാനം ചെയ്ത ഇത്രയും സൗകര്യപ്രദമായ ഒരു നിർമ്മിച്ചനെ നല്ല മികവുറ്റവരാക്കി തീർക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ വളർച്ചയിൽ നമുക്ക് ഏവർക്കും അഭിമാനമുണ്ട്. നമുക്ക് ഇന്ന് ഉദ്ഘാടകനായി വന്നിരിക്കുന്നത് മുൻപ് നമ്മുടെ ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആനക്കല്ല് സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പലായിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് അച്ഛനാണ് ഈ ഓഡിറ്റോറിയം. അപ്പോൾ നമുക്കത് ഈ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഈ സ്കൂളിന് വേണ്ടി ഏറെ കഠിനാധ്വാനം ചെയ്ത് ഇത്രയും സൗകര്യപ്രദമായ ഒരു നിർമ്മിച്ച അച്ഛനെ ഓർത്ത് നമുക്കൊരു കൈയടിക്കും.
ഈ മൊസബാബുവിന് പ്രവാഹങ്ങളാണെന്ന് കേട്ടോ കേട്ടോ. 10-14 എന്തേ വളരെ ഉജ്ജ്വലീപേക്കാട്ടും വലിയ ആൾക്കാരായി തീരണമെന്നാണ് എൻ്റെ വലിയൊരു ആഗ്രഹമുള്ളത്. ബിൽഗേറ്റ്സിനെ പറ്റി കേട്ടിട്ടില്ലേ? ബിൽഗേറ്റ്സ് ഈ മൈക്രോസോഫ്റ്റ് എന്നുള്ള ആശയം അദ്ദേഹത്തിന്റെ സമകാലികരായ എഞ്ചിനീയർമാരുടെ അടുത്ത് ഒരു 1200 പേരുടെ അടുത്തേക്ക് കൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ 900 പേര് പറഞ്ഞു ഇതൊന്നും നടക്കാൻ പോകില്ല, ചുമ്മാ ഒന്നുമില്ലാതെ ഇമാജിനേഷൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ നിങ്ങൾ നടക്കുന്ന കാര്യം വല്ലതും പറയും. അതൊക്കെ കൊണ്ട് കൃത്യമായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ. ഇനി 2026 IAS കിട്ടിയ RS ശ്രീജ എന്ന് പറയുന്ന തിരുവനന്തപുരക്കാരിയില്ലേ, ആദ്യത്തെ അറ്റംപ്റ്റിലുള്ള IAS എടുത്തു. അവരുടെ അപ്പൻ കൂലിപ്പണി ചെയ്യുന്നതാണ്. നല്ല അടച്ചുറപ്പുള്ള ഒരു വീട് പോലും ഇല്ല. പുറത്ത് മോട്ടിവേറ്റഡ് ആയിട്ട് പഠിച്ച ആദ്യത്തെ അറ്റംപ്റ്റിൽ എടുത്തു. ഇനി അജയ് R രാജ് എന്ന് പറഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു തിരുവനന്തപുരക്കാരൻ. 9ാം വയസ്സിൽ അവൻ്റെ കാഴ്ച കംപ്ലീറ്റ് പോയി. അവൻ 109ാമത്തെ റാങ്ക്. അധ്യാപകരെ, മാതാപിതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ചൈനയില് ഒരു സൈസ് ബാമ്പു ഉണ്ട്, കേട്ടിട്ടുണ്ടോ? മൊസൈ ബാമ്പു കേട്ടിട്ടുണ്ടോ? എല്ലാവരും കേട്ടിട്ടുണ്ടോ? അങ്ങനെ പറയാനാണ്, കുറച്ച് പേര് കേട്ടിട്ടുണ്ടല്ലേ? ഈ മൊസൈ ബാമ്പുവിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജനുവരി 1-ാം തീയതി നമ്മൾ നട്ടുവെന്ന് വിചാരിച്ചു. 2-ാം തീയതി ഞാൻ നല്ല കുടിയൊക്കെ എടുത്ത് വളമൊക്കെയിട്ടാണ് നട്ടേക്കുന്നത്. 2-ാം തീയതി വെള്ളം ഒഴിച്ചു, 3-ാം തീയതി വെള്ളം ഒഴിച്ചു, ഒരാഴ്ച വെള്ളം ഒഴിച്ചു, ഒരു മാസം വെള്ളം ഒഴിച്ചു, ഒരു വർഷം വെള്ളം ഒഴിച്ചു. അതേപടി നമുക്ക് ദേഷ്യം വരുമോ? വരും. 2-ാം വർഷം ഞാൻ ഇതുപോലെ തന്നെ ചെയ്തു. ഒരു മാമ്പ് പോലും എടുത്തത് ഇങ്ങനെ ഇരിക്കുക, ദേഷ്യം വരുമോ? 3-ാം വർഷവും ഇത് തന്നെ ചെയ്തു, ഒരനക്കമില്ല. നമ്മളെ സങ്കടം വരികയല്ലേ? പക്ഷെ എന്തെങ്കിലും വരുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. 4-ാം വർഷം ഞാനിത് ചെയ്തു. 5-ാം വർഷം ഭയങ്കര വെട്ടിപ്പറിച്ച് കളയാൻ തോന്നി. എന്നാലും എനിക്കൊരു പ്രതീക്ഷ. 5-ാം വർഷം ചെയ്തു. അനങ്ങാതെ നിൽക്കുക. ഡിസംബർ 31 ഇതിനൊരു അനക്കമില്ല. നിങ്ങളെങ്ങനെ ചെയ്യും? പക്ഷെ ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും കാര്യത്തിൽ വളരുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. ജനുവരി 1-ാം തീയതി 6-ാമത്തെ വർഷം ജനുവരി 1-ാം തീയതി ഞാൻ പോയി നോക്കുക ആയിട്ടില്ല. 2-ാം തീയതി ഞാൻ പോയി നോക്കിയപ്പോൾ ഒരു ചെറിയ നാമ്പ്. വലിയ സന്തോഷം. പിന്നെ ഒരു 5 മാസം കൊണ്ട് ഒരു 10 നില കെട്ടിടത്തിന്റെ ഉയരത്തിലേക്കാണ് ഇത് ഉയർന്നത്. അപ്പൊ ഇത്ര കാലം ആൾക്കാരും കിലോമീറ്ററോളം ഇങ്ങനെ ഉയരങ്ങൾ പടർത്തിയിട്ടുണ്ട്. ഈ ഒരു 10 നില കെട്ടിടത്തിന്റെ ഉയരത്തിലേക്ക് വളരത്തക്ക രീതിയിൽ വെള്ളവും വളമൊക്കെ വലിച്ച് നല്ല റെഡിയായിട്ട് വേര് വളർത്തിക്കൊണ്ടിരിക്കുക. ഫൗണ്ടേഷൻ ഇടുക. അപ്പൊ നിങ്ങൾ നല്ല ഫൗണ്ടേഷൻ ഇട്ടല്ലേ? 12 ഉയരത്തിലേക്ക് വളരത്തക്ക രീതിയിൽ വെള്ളവും വളമൊക്കെ വലിച്ച് നല്ല റെഡിയായിട്ട് വേര് വളർത്തിക്കൊണ്ടിരിക്കുക. ഫൗണ്ടേഷൻ ഇടുക. അപ്പൊ നിങ്ങൾ നല്ല ഫൗണ്ടേഷൻ ഇട്ടല്ലേ? 13 വർഷം ഫൗണ്ടേഷൻ. ഈ മൊസബാബുവിന് പ്രവാഹങ്ങളാണെന്ന് കേട്ടോ കേട്ടോ. 10-14 എന്തേ വളരെ ഉജ്ജ്വലീപേക്കാട്ടും വലിയ ആൾക്കാരായി തീരണമെന്നാണ് എൻ്റെ വലിയൊരു ആഗ്രഹമുള്ളത്. ബിൽഗേറ്റ്സിനെ പറ്റി കേട്ടിട്ടില്ലേ? ബിൽഗേറ്റ്സ് ഈ മൈക്രോസോഫ്റ്റ് എന്നുള്ള ആശയം അദ്ദേഹത്തിന്റെ സമകാലികരായ എഞ്ചിനീയർമാരുടെ അടുത്ത് ഒരു 1200 പേരുടെ അടുത്തേക്ക് കൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ 900 പേര് പറഞ്ഞു ഇതൊന്നും നടക്കാൻ പോകില്ല, ചുമ്മാ ഒന്നുമില്ലാതെ ഇമാജിനേഷൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ വല്ലതും പറയും, നിങ്ങൾ നടക്കുന്ന കാര്യം വല്ലതും പറയും. 900 വർഷം ഞാൻ ഇതുപോലെ തന്നെ ചെയ്തു. ഒരു മാമ്പ് പോലും എടുത്തിട്ട് ഇങ്ങനെ
our school. Why and how? It is because of the hard work. You obeyed well, the teachers are monitored well, and you have continued what they have guided you. And at the end of the first day, you are here and you are specially honored, especially the toppers, along with your parents. Once I told you during our PTA meeting time, it is a great gift that a child can give to your parents, that publicly they are honored, along with such a great audience. That is a great gift. And he has mentioned, be the proud of everyone. If you have a dream, that dream. Good morning. The Minister of Law and Notice. Manager, Secretary Secretary, and our former Principal and Vice Principal of St. Anne's Public School, Father Shijo Patil, our Assistant Manager of Chilby, respected teachers, students, and especially invited our shining stars of St. John Public School. I'm very honored and proud to be here. And really once again, we sincerely further appreciate the shining stars of St. John Public School. Let us give once again a good applause to those students who are here. Yeah, my dear children, really I am honored and wondered here. And let me continue with the speech of Father Shiju. He has mentioned the importance of hard work that he has done during his tenure here. Around that he had been the principal of our school for 5 years, and he has mentioned the peripheral parts of our school, especially the school AC seminar hall, along with some other parts. And he has mentioned how to become a successful person in our life. It is only through one matter, that is hard work. As we know, we have studied, the roots of success is bitter, but the fruits are sweet. Yeah, my dear children, this is only the first and the corner step in your life. You have achieved the great marks. The school is proud of you. And after your result, the school and around our premises has discussed about the result of our school. Why and how? It is because of the hard work. You obeyed well, the teachers are monitored well, and you have continued what they have guided you. നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകനും നമ്മുടെ ചീഫ് ഗസ്റ്റുമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട തോമസ് കണ്ണമ്പ്ലാക്കലച്ച, നമ്മുടെ പ്രിൻസിപ്പൾ മനുവച്ച, അധ്യാപകരെ, മാതാപിതാക്കളെ, ഇന്ന് പ്രത്യേകമായിട്ട് ഇവിടെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ പ്രിയ വിദ്യാർത്ഥിനികളെ, ആദ്യം ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ ആർക്കോർച്ചിലൊരു സ്വീകരണം ഉണ്ടായിരുന്നു കുട്ടികൾക്ക്. അപ്പോൾ അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ, ഇവിടെ നിന്ന് ഇവരുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഒരു ആത്മാഭിമാനവും സന്തോഷവും അവരുടെ മുഖത്തും കണ്ണുകളിലും കാണുന്നു. അപ്പോൾ അവരെല്ലാവരും നല്ല വിജയം നേടിയാണ് ഈ സ്കൂളിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. അത് ഈ സ്കൂളിനെ സംബന്ധിച്ച്, ഇവിടുത്തെ അധ്യാപകരെ സംബന്ധിച്ച്, പ്രിൻസിപ്പാൾ അച്ഛനെ സംബന്ധിച്ച് വളരെ അഭിമാനം തരുന്ന നിമിഷങ്ങളാണ്. നമ്മള് എക്സലൻസിനെ കുറിച്ച് പറയുക, അത്
ഒരു ഡെസ്റ്റിനേഷൻ അല്ല, അതൊരു അവസാനമല്ല, അതൊരു ഒരു ജേണിയാണ്, അത് തുടർച്ചയാണ്. അപ്പോൾ 10ാം ക്ലാസ്സിൽ വലിയ വിജയം നിങ്ങൾ നേടുന്നു, അത് ഒരു ഡെസ്റ്റിനേഷൻ അല്ല, അത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, ഇനിയും യാത്രകൾ മുമ്പോട്ട് പോകാനായിട്ടുണ്ട്. അപ്പോൾ തുടർന്നും നിങ്ങൾ 12ാം ക്ലാസ്സിലും അതുപോലെ തന്നെ ഡിഗ്രി ക്ലാസ്സിലും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ പല പല മേഖലകളിൽ നമ്മൾ എത്തിച്ചേരുന്ന എല്ലാ മേഖലകളിലും നല്ല വിജയം കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല വിജയം നേടിയാണ് ഈ സ്കൂളിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. അത് ഈ സ്കൂളിനെ സംബന്ധിച്ച്, ഇവിടുത്തെ അധ്യാപകരെ സംബന്ധിച്ച്, പ്രിൻസിപ്പാൾ അച്ഛനെ സംബന്ധിച്ച് വളരെ അഭിമാനം വരുന്ന നിമിഷങ്ങളാണ്. നമ്മൾ എക്സലൻസിനെ കുറിച്ച് പറയുക, അത് ഒരു ഡെസ്റ്റിനേഷൻ അല്ല, അതൊരു അവസാനമല്ല. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്നത് സ്കൂളിന് ഗ്ലോറി കൊണ്ടുവന്ന നമ്മുടെ മെഡിക്കൽമാർ, മെഡിക്കുകൾ, അവരുടെ മാതാപിതാക്കൾ, മറ്റു കുട്ടികൾ, എൻ്റെ സഹപ്രവർത്തകർ. നമുക്കറിയാം, നമ്മളിന്ന് കൂടിയിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ മികച്ച വിജയം നേടിയ കുട്ടികളെ ആദരിക്കാൻ വേണ്ടിയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിലെ ലീഡേഴ്സിൻ്റെ സ്വയറിംഗ് സെറമണി കൂടി നടത്തുന്നതിന് വേണ്ടിയാണ്. ഈ 2 ഫംഗ്ഷൻ വളരെ സ്മൂത്തായിട്ട് കടന്നുപോയി, ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ മികച്ച വിജയം നേടിയ കുട്ടികളെ ആദരിക്കാൻ വേണ്ടിയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിലെ ലീഡേഴ്സിൻ്റെ സ്വയറിംഗ് സെറമണി കൂടി നടത്തുന്നതിന് വേണ്ടിയാണ്. ഈ 2 ഫംഗ്ഷൻ വളരെ സ്മൂത്തായിട്ട് കടന്നുപോയി, ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ വളരെ അച്ചടക്കത്തോടെ കടന്നുപോയി. ഇപ്പോൾ എന്റെ നിക്ഷിപ്തമായിരിക്കുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരെയും സ്കൂളിന്റെ ഭാഗത്തു നിന്നും അംഗീകരിക്കുക എന്നുള്ളതാണ്. ആദ്യമായി നമുക്കറിയാം, നമ്മുടെ